സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പൗലോസ് മാർ പക്കോമിയോസ് അനുസ്മരണവും നടത്തി. മുതുകുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ ക്ലാസും നടത്തി. മുതുകുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ സെന്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പൗലോസ് മാർ പക്കോമിയോസ് അനുസ്മരണവും നടത്തി. ഇതോടനുബന്ധിച്ച ലഹരിവിരുദ്ധ ക്ലാസും നടന്നു. അഡ്വക്കേറ്റ് ഉമ്മൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. 1946 വേറൊരു പ്രത്യേകതയുണ്ട്. 1946 ജനുവരി 26 ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ജന്മദിനം. മാവേലിക്കര ഭദ്രാസനത്തിന് അനുയോജ്യനായ പിതാവ് പക്കോമിയോസ് തിരുമേനിയാണെന്ന് അന്നേ ദൈവം നിശ്ചയിച്ചു. മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ ഒരാളായ വട്ടശ്ശേരി തിരുമേനിയുടെ ബന്ധുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കോമിയോസ് തിരുമേനിയുടെ മാതൃകുടുംബം വട്ടശ്ശേരി തിരുമേനിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണ്. പിതൃഭവനം എന്ന നിലയിൽ ഗീവർഗീസ് ദേവായുടെ വീട്ടുകാരനുമാണ്. ഇടവക വികാരി ഫാദർ ജോബ് ടി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. മലങ്കര സഭയിൽ അനുഗ്രഹീതമായ സുവിശേഷത്തിന്റെ പുതിയൊരു തലം കുറിച്ചുകൊണ്ട് SDOF ആരംഭിച്ച് അത് 1 വർഷം പിന്നിടുകയാണ്. നമ്മുടെ ദേവാലയവും ഈ സംഘടന ആരംഭിക്കുവാനായിട്ട് ആലോചന ക്രമീകരിച്ച് അതിന്റെ യോഗം കൂടി അംഗങ്ങളെ തെരഞ്ഞെടുത്ത് ഇന്നതിന്റെ ഉദ്ഘാടന കർമ്മവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കുമ്പോൾ ഈ ഫെലോഷിപ്പിന്റെ പ്രധാന മുഖ്യ മോട്ടോ എന്ന് പറയുന്നത് വിശ്വാസം, സാക്ഷ്യം, പ്രബോധനം എന്നാണ്. വിശ്വാസം, സാക്ഷ്യം, പ്രബോധനം എന്നാണ്. സത്യവിശ്വാസത്തിൽ ആഴമായി പ്രവർത്തിക്കുക, അതിലൂടെ സുഹൃത ജീവിതത്തിൽ നല്ല സാക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാനും വിശുദ്ധ വേദോത്സവത്തിലൂടെയും ദൈവശാസ്ത്രത്തിലൂടെയും പ്രബോധനം നൽകി സഭയിലെ അംഗങ്ങളെ ആത്മീയ പുരോഗതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുവാനായിട്ട് ഇടയാകുന്നത്. കുറത്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ABMS ക്ലാസ് നയിച്ചു. മേഴ്സി ഉമ്മൻ, ജിഷ ജോസ്, റോയി മാത്യു, PK ബാബു, സിജി തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.